നോക്കാം ഗൾഫ് ഫോക്കസിൽ വിശദമായ റിപ്പോർട്ടുകൾ. ഗസയിൽ അടിയന്തരമായ മാനുഷിക സഹായം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത പ്രസ്താവനയുമായി 25 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ. ബ്രിട്ടനും ഓസ്ട്രേലിയയും ഫ്രാൻസും സ്പെയിനും ജപ്പാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് പ്രസ്താവനയിൽ ഒപ്പുവച്ചത്. ഗസയിലെ ആളുകൾ അനുഭവിക്കുന്ന മനുഷ്യത്വ വിരുദ്ധത ചിന്തിക്കാൻ കഴിയാത്ത നിലയിലെത്തിയെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഗസയിലെ മനുഷ്യർ അനുഭവിക്കുന്ന പട്ടിണി നമ്മൾ നോക്കി നിൽക്കെ ഗുരുതരമാവുകയാണെന്നും അടിയന്തരമായ ഇടപെടൽ ഇപ്പോൾ ആവശ്യമുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംയുക്ത പ്രസ്താവന ആരംഭിക്കുന്നത്. മാനുഷിക സഹായങ്ങളുമായി ഗസയിലേക്ക് എത്തുന്ന NGOകൾക്ക് ഇസ്രായേലി സർക്കാർ പുതുതായി ഏർപ്പെടുത്തിയ രജിസ്ട്രേഷൻ പ്രക്രിയ കാരണം നിർബന്ധിതമായി മടങ്ങിപ്പോകേണ്ട സാഹചര്യമുണ്ടെന്നും ഈ സാങ്കേതിക തടസ്സം എടുത്തുമാറ്റണമെന്ന് തങ്ങൾ ഇസ്രായേലി സർക്കാരിനോട് ആവശ്യപ്പെടുകയാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഐക്യരാഷ്ട്രസഭയ്ക്കും അന്താരാഷ്ട്ര NGOകൾക്കും സുരക്ഷിതമായും സജീവമായും ഗസയിൽ ഇടപെടാനുള്ള സാഹചര്യമുണ്ടാക്കണമെന്നും ഈ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. ഭക്ഷണം, അവശ്യ വസ്തുക്കൾ, മരുന്ന്, വൃത്തിയുള്ള കുടിവെള്ളം ഉൾപ്പെടെയുള്ളവ എത്തിക്കാൻ സാധിക്കണമെന്നും ആവശ്യപ്പെട്ട പ്രസ്താവന അവസാനിക്കുന്നത് ഗസയിൽ വെടിനിർത്തലിന് ശ്രമിച്ച അമേരിക്ക, ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഖത്തർ ആസ്ഥാനമായ അൽ ജസീറ ചാനലിന്റെ മാധ്യമപ്രവർത്തകരെ വധിച്ച ഇസ്രയേൽ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സത്യം ലോകത്തിനു മുന്നിൽ എത്തിക്കുന്നത് തടയുന്നതിനും അവരുടെ ശബ്ദങ്ങൾ എന്നേക്കുമായി നിശബ്ദമാക്കുന്നതിനുമാണ് ഇത്തരം കൊലപാതകങ്ങളെന്ന് ഖത്തർ പ്രസ് സെന്റർ പറഞ്ഞു. ഗസ മുനമ്പിൽ അൽ ജസീറ ലേഖകരടക്കം 6 മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ നടപടിയെ ഖത്തർ പ്രസ് സെന്റർ ശക്തമായി അപലപിച്ചു. അൽ ജസീറ ലേഖകരായ അനസൽ ഷെരീഫ്, മുഹമ്മദ് ഖുരൈഖ്, ക്യാമറമാൻമാരായ ഇബ്രാഹിം ദാഹർ, മുഹമ്മദ് നൊഫാൽ, മോമൻ അലീവ എന്നിവരും പ്രാദേശിക ഫ്രീലാൻസ് റിപ്പോർട്ടർ മുഹമ്മദ് അൽ ഖൽദിയുമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അൽഷിഫ മെഡിക്കൽ കോംപ്ലക്സിന് മുന്നിലെ ടെന്റിൽ ഇസ്രായേൽ സൈന്യം മനഃപൂർവ്വം ബോംബാക്രമണം നടത്തുകയായിരുന്നു. ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് അനസടക്കം 6 മാധ്യമപ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം നിഷ്കരണം കൊലപ്പെടുത്തിയത്. വരും ദിവസങ്ങളിലെ തങ്ങളുടെ വംശഹത്യാ നടപടി പുറം ലോകം അറിയരുതെന്ന കൃത്യമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അൽ ജസീറ മാധ്യമപ്രവർത്തകരെ സൈന്യം ലക്ഷ്യമാക്കിയത്. ഗസയിൽ ആക്രമണം ആരംഭിച്ചത് മുതൽ ഇസ്രായേൽ അധിനിവേശ സൈനിക വക്താവ് അവിച്ചയ് അദ്രായിയും കൂട്ടരും അനസൽ ഷെരീഫിനെതിരെ ആസൂത്രിതമായ പ്രകോപന പ്രചാരണം തുടർന്നു വരികയായിരുന്നുവെന്നും പ്രസ് സെന്റർ കുറ്റപ്പെടുത്തി. ഇതോടെ ഇസ്രായേൽ ആക്രമണത്തിൽ രക്തസാക്ഷികളായ മാധ്യമപ്രവർത്തകരുടെ എണ്ണം 237ആയി ഉയർന്നു. ഇത്തരം ക്രൂരതകൾക്കെതിരെ ലോകമൊട്ടുക്ക് അതിശക്തമായ പ്രതികരണം ഉയർന്നുവരണമെന്നും ഖത്തർ പ്രസ് സെന്റർ ആവശ്യപ്പെട്ടു. അൻവർ പാലേരി, 24 ദോഹ. സൗദിയിൽ തൊഴിൽ തർക്കങ്ങൾ ആദ്യം ലേബർ ഓഫീസ് വഴി പരിഹരിക്കാൻ ശ്രമിക്കണമെന്ന നിർദ്ദേശത്തിന്റെ കാലാവധി വീണ്ടും നീട്ടി. 1 വർഷത്തേക്കാണ് നിയമം നീട്ടിയത്. നിർദ്ദേശത്തിന് സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി. തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കുമിടയിലുള്ള തർക്കങ്ങൾ കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ലേബർ ഓഫീസ് വഴി പരിഹരിക്കാൻ ശ്രമിക്കണമെന്നാണ് നിർദ്ദേശം. ഈ നിയമത്തിന്റെ കാലാവധി അടുത്ത ദിവസം അവസാനിക്കാനിരിക്കെയാണ് 1 വർഷത്തേക്ക് കൂടി നീട്ടി നൽകിയത്. ഓഗസ്റ്റ് 14 മുതൽ 1 വർഷത്തേക്ക് കൂടി നിയമം പ്രാബല്യത്തിലുണ്ടാകണമെന്ന നിർദ്ദേശത്തിന് സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി. നിയോമിൽ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന യോഗമാണ് അംഗീകാരം നൽകിയത്. തൊഴിൽ തർക്കങ്ങൾ നീണ്ടുപോകുന്ന സാഹചര്യം നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇല്ലാതായിട്ടുണ്ട്. 21 ദിവസങ്ങൾക്കുള്ളിൽ തർക്കങ്ങൾക്ക് രമ്യമായ പരിഹാരം കണ്ടെത്താനാണ് ലേബർ ഓഫീസുകൾക്ക് നിയമ മന്ത്രാലയം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിനകം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ കേസ് കോടതിയിലേക്ക് പോകും. തൊഴിലാളികളുടെ ഇഖാമ, ജോലി, ശമ്പളം, അവധി, ഇൻഷുറൻസ് തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും ലേബർ ഓഫീസ് വഴി ഇപ്പോൾ പരിഹാരം കാണുന്നുണ്ട്. പരിഹരിക്കപ്പെടാത്ത സാഹചര്യത്തിൽ നാജിസ് ഓൺലൈൻ പോർട്ടൽ വഴി കേസ് കോടതിക്ക് കൈമാറും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. 11 വർഷമായി യമനിൽ കഴിഞ്ഞിരുന്ന മലയാളി കുടുംബത്തെ നാട്ടിലെത്തിച്ച് KMCC. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 8 സംഘത്തെയാണ് മസ്കത്ത് സൗദി അറേബ്യ KMCCയുടെ സംയുക്ത പരിശ്രമത്തിലൂടെ ഒമാൻ വഴി നാട്ടിലേക്ക് അയച്ചത്. തൊഴിൽ കോൺട്രാക്ട് കഴിഞ്ഞിട്ടും നാട്ടിലേക്ക് മടങ്ങാനാകാതെ യമനിൽ കുടുങ്ങിയ 8 സംഘത്തെയാണ് KMCC യമനിൽ നിന്നും ഒമാൻ വഴി നാട്ടിലേക്ക് അയച്ചത്. ഒമാനിലെ റൂവി KMCC, സൗദിയിലെ റിയാദ് KMCC എന്നിവയുടെ സംയുക്ത ശ്രമഫലമായി സൗദി അറേബ്യയിലെ റിയാദ് ഇന്ത്യൻ എംബസിയാണ് ഇവർക്ക് എമർജൻസി പാസ് നൽകിയത്. ഡീൻ കുര്യാക്കോസ് MP ഇടപെടൽ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ഏറെ സഹായകമായെന്ന് KMCC നേതാക്കളും കുടുംബവും പറഞ്ഞു. പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ച് KMCC ഇടപെട്ട് നമുക്ക് മാക്സിമം ഒരു 15 ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും റെഡിയായി ഞങ്ങളിപ്പോൾ ഒമാനി വന്നേക്കുന്നു. എന്താ പറയുക, എല്ലാ കാര്യങ്ങളും കൂടെ നിന്ന് അത് വേണ്ട കാര്യങ്ങളെല്ലാം അതേപോലെ നമ്മൾക്ക് ചെയ്തെന്ന് സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കണ്ട് നമ്മളെ ഇത്രയും വരെ എത്തിച്ചവരാണ്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ വർഷവും അടുത്ത വർഷവും നാട്ടിൽ പോകാൻ പറ്റാത്ത അതേപോലെ ഒരു സിറ്റുവേഷനായിരുന്നു ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്.
സൗദി KMCC പ്രവർത്തകരുടെ നിർദ്ദേശത്തെ തുടർന്ന് റിയാദ് KMCC നൽകിയ അപേക്ഷയിലാണ് അഞ്ജനയ്ക്കും കുഞ്ഞിനും റിയാദിലെ ഇന്ത്യൻ എംബസി എമർജൻസി പാസ്പോർട്ട് അനുവദിച്ച് നൽകിയത്. ഒമാനിലെ റൂവി KMCC പ്രസിഡന്റ് റഫീഖ് ശ്രീകണ്ഠാപുരം, സൗദി KMCC നേതാവ് ഷാജി ആലപ്പുഴ, റിയാദ് KMCC സെൻട്രൽ കമ്മിറ്റി ചെയർമാൻ UP മുസ്തഫ, റിയാദ് KMCC കണ്ണൂർ ജില്ലാ വെൽഫെയർ വിംഗ് കൺവീനർ ഇർഷാദ് കായക്കുൽ എന്നിവരുടെ ശ്രമഫലമായാണ് എമർജൻസി പാസ്പോർട്ട് ലഭിച്ചത്. ഒമാനിൽ തിരിച്ചെത്തിയ സംഘത്തെ KMCC ഓഫീസിൽ സ്വീകരിച്ചു. 2 ദിവസത്തെ വിശ്രമത്തിന് ശേഷം മസ്കറ്റ് വിമാനത്താവളത്തിൽ നിന്നും സംഘം ജന്മനാടായ കൊച്ചിയിലേക്ക് തിരിച്ചു. റൂവി KMCC പ്രതിനിധികളായ മുഹമ്മദ് വാണിമേൽ, അമീർ കാവന്നൂർ, അൻസാരി കണ്ണൂർ തുടങ്ങിയവർ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകി. 24 ഒമാൻ. മലപ്പുറം ചമ്രവട്ടം സ്വദേശിനി ദോഹയിൽ അന്തരിച്ചു. പരേതനായ പുതുപ്പള്ളി നാലുകണ്ടത്തിൽ മുഹമ്മദ് അസ്ലമിന്റെ ഭാര്യ സുബൈദയാണ് മരിച്ചത്. 66 വയസ്സായിരുന്നു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഹമദ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിങ്കളാഴ്ച രാത്രിയോടെയായിരുന്നു അന്ത്യം. വടക്കാങ്ങര അബ്ദുൽ ഖാദർ മൗലവിയുടെ മകളാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഗൾഫ് സ്റ്റാൻഡേർഡ്സ് പാലിക്കാത്ത പുതിയതോ പഴയതോ ആയ വാഹനങ്ങൾ ഖത്തറിൽ വിൽക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും പരസ്യം ചെയ്യുന്നതും നിർത്തിവെക്കണമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. മന്ത്രാലയം പുറത്തിറക്കിയ സർക്കുലറിലാണ് മുന്നറിയിപ്പ്. എല്ലാ വാഹന ഷോറൂമുകളും ഓൺലൈൻ വിൽപ്പന പ്ലാറ്റ്ഫോമുകളും ഈ നിയമം കൃത്യമായി പാലിക്കണം. ഖത്തർ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ തയ്യാറാക്കിയ ഗൾഫ് സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷനുകൾ പാലിക്കാത്ത വാഹനങ്ങൾ വിൽക്കാൻ പാടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം വ്യക്തിഗത ഉപയോഗത്തിന് ഇറക്കുമതി ചെയ്ത വാഹനങ്ങൾക്ക് ഈ നിയമം ബാധകമാകില്ല. അധിക തീരുവയിൽ ചൈനയ്ക്ക് സാവകാശം അനുവദിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധിക തീരുവ നടപ്പാക്കുന്നത് 90 ദിവസത്തേക്ക് മരവിപ്പിച്ചു. US ചൈന വ്യാപാര കരാറിൽ ധാരണയിലെത്താനായി ട്രംപ് മുന്നോട്ടുവെച്ച അന്തിമ തീയതി ഇന്നാണ് അവസാനിച്ചത്. കഴിഞ്ഞ ഏപ്രിലാണ് ചൈനയ്ക്കുമേൽ 145% തീരുവ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവിറക്കിയത്. അതിനു മറുപടിയായി ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ 125% തീരുവ പ്രഖ്യാപിച്ചതോടെ വ്യാപാര യുദ്ധത്തിലേക്ക് ലോകം മാറുമെന്ന സൂചനയുണ്ടായിരുന്നു. എന്നാൽ മേയിൽ ജനീവയിൽ നടന്ന ചർച്ചയെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര ചർച്ചകൾ നടത്താനും തീരുമാനം ഓഗസ്റ്റ് 12 വരെ മരവിപ്പിക്കാനും ധാരണയാവുകയായിരുന്നു. തുടർന്ന് ജൂണിൽ ലണ്ടനിലും ജൂലൈ അവസാന വാരത്തിൽ സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലും ചർച്ച നടന്നു. തുടർന്നാണ് 90 ദിവസത്തേക്ക് അധിക തീരുവ ചുമത്തുന്നത് നിർത്തിവെക്കുന്നതായുള്ള ചൈന US സാമ്പത്തിക വ്യാപാര യോഗത്തിന്റെ സംയുക്ത പ്രസ്താവന പുറത്തുവന്നത്. ചർച്ചകളിൽ തീരുമാനമാകും വരെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുമേലുള്ള ചൈനീസ് തീരുവ 10%, ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുമേലുള്ള അമേരിക്കൻ തീരുവ 30%, തുടരും. അമേരിക്കയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഇറക്കുമതി ചൈനീസ് ഉൽപ്പന്നങ്ങളായതിനാൽ ട്രംപിന്റെ അധിക തീരുവ പല അമേരിക്കൻ ബിസിനസ്സുകൾക്കും ഉപഭോക്താക്കൾക്കും കനത്ത സാമ്പത്തിക ഭാരമുണ്ടാക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. റിസർച്ച് ഡെസ്ക് 24. തൃശൂർ വോട്ടർ പട്ടിക ക്രമക്കേടാരോപണത്തിന് പിന്നാലെ CPIM BJP തെരുവ് യുദ്ധം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച ബോർഡിൽ CPIM പ്രവർത്തകർ കരിയോയിലൊഴിച്ചു. ചെരുപ്പുമാലയിട്ടും CPIM പ്രവർത്തകർ പ്രതിഷേധിച്ചു. കരിയോയിലൊഴിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നാലെ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. മാർച്ച് പോലീസ് തടഞ്ഞെങ്കിലും BJP പ്രവർത്തകരെ നേരിടാൻ CPIM പ്രവർത്തകർ രംഗത്തെത്തിയതോടെ വലിയ സംഘർഷമുണ്ടായി. കല്ലേറും വാക്പോരുമായി മുഖാമുഖം എത്തിയ പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് പ്രയാസപ്പെട്ടു. സംഘർഷ പശ്ചാത്തലത്തിൽ തൃശൂരിലെ CPIM BJP പാർട്ടി ഓഫീസുകൾക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു. കോഴിക്കോട് BJP പ്രതിഷേധ പ്രകടനം നടത്തി. വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നാളെ തൃശൂരിലെത്തും. തൃശൂരിലെ വോട്ട് ക്രമക്കേട് ആരോപണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പോലീസ് അന്വേഷണം. കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ നൽകിയ പരാതിയിലാണ് പ്രാഥമിക അന്വേഷണം. സുരേഷ് ഗോപി നടത്തിയത് ക്രിമിനൽ കുറ്റമെന്ന് TN പ്രതാപൻ പറഞ്ഞു. സുരേഷ് ഗോപിക്കെതിരായ ആരോപണങ്ങൾ കൊതിക്കറിവിന്റെ ഭാഗമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പരിഹസിച്ചു.
തൃശൂരിലെ വോട്ട് ക്രമക്കേട് ആരോപണങ്ങൾ ശരിവെക്കുന്ന തെളിവുകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ നീക്കം. സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയ്ക്ക് ടി.എൻ. പ്രതാപൻ നൽകിയ പരാതിയിലാണ് അന്വേഷണം. വ്യാജരേഖ ചമച്ച് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്തുവെന്നും വ്യാജ സത്യവാങ്മൂലം നൽകിയെന്നും ക്രിമിനൽ നടപടി പ്രകാരം നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് പരാതി. പരാതിയിൽ പോലീസ് നിയമോപദേശം തേടും. വ്യാജ സത്യവാങ്മൂലം കൊടുത്ത് വോട്ടർ പട്ടികയിൽ പേര് എൻട്രി ചെയ്ത ആളെ വോട്ട് അസാധാക്കുന്നതോടുകൂടി ആളുടെ പാർലമെന്റ് അംഗത്വം ഇല്ലാതായി മാറും. ഈ കാര്യത്തിൽ ഞങ്ങൾ ക്രിമിനൽ കേസിന് വേണ്ടിയിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അത് പോലീസ് പരിശോധിച്ച് ക്രിമിനൽ കേസ് എടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സുരേഷ് ഗോപിക്കെതിരെ CPIM-ഉം കോൺഗ്രസും ആവർത്തിച്ച് നുണപ്രചാരണം നടത്തുന്നുവെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. സുരേഷ് ഗോപിക്കെതിരായിട്ട് ഉയർത്തുന്ന ഈ ആരോപണങ്ങൾ അതൊരു കൊതിക്കെറിവിന്റെ ഭാഗമായിട്ട് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. തൃശ്ശൂരിലെ വോട്ടർ പട്ടികയുമായി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് നേരത്തെ പറയാതിരുന്നത്? ജില്ലാ കളക്ടറുടെ കൂടി നിർദ്ദേശം തേടിയ ശേഷമായിരിക്കും പോലീസ് നടപടി. 24 തൃശൂർ. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയെ ചൊല്ലിയും ആരോപണങ്ങൾ. കൊച്ചി, കോഴിക്കോട്, തൃശൂർ കോർപ്പറേഷനുകളിലെ പട്ടികയിലാണ് ക്രമക്കേട് ആരോപണം. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും ഉടുമ്പൻചോല നിയമസഭാ മണ്ഡലത്തിലും CPIM വോട്ട് ക്രമക്കേട് നടത്തിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. തൃശൂരിന് പിന്നാലെയാണ് കൊച്ചി കോർപ്പറേഷൻ പരിധിയിലും വ്യാപക ക്രമക്കേടിന്റെ തെളിവുകൾ പുറത്തുവരുന്നത്. ഇല്ലാത്ത വീടിന്റെ നമ്പറിൽ 83 വോട്ടർമാരാണ് കോർപ്പറേഷൻ പരിധിയിലെ 68ാം ഡിവിഷനിലെ പട്ടികയിലുള്ളത്. 22/2553 എന്ന നമ്പറിൽ ഇതര സംസ്ഥാനക്കാർ വരെ താമസിക്കുന്നുവെന്നാണ് പട്ടികയിലുള്ളത്. എന്നാൽ പ്രദേശത്ത് ഈ നമ്പറിൽ ഒരു കെട്ടിടമോ താമസക്കാരോ ഇല്ല. ശരിക്കുള്ള അഡ്രസ്സ് ഏതാണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ആ നമ്പർ ഇല്ല. ഇവിടെ പല വീടുകളിൽ അന്വേഷിച്ച് 22/2553 നമ്പർ വീട് കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ 83 വോട്ടർമാരുണ്ട്. ആ ഹൗസ് നമ്പറിന്റെ ഒറ്റ ഹൗസ് നമ്പറിൽ 83 വോട്ടർമാരുണ്ട് അതിനകത്ത്. കോർപ്പറേഷൻ പരിധിയിൽ മുണ്ടംവേലി ഭാഗത്ത് മാത്രം 200ഓളം വ്യാജ വോട്ടുകൾ കണ്ടെത്തി. വിദേശത്ത് താമസിക്കുന്ന വീട്ടുടമയുടെ വിലാസത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 36 വോട്ടുകൾ രേഖപ്പെടുത്തി. സ്ഥിരതാമസക്കാരല്ലാത്ത തൊഴിലാളികളുടെ പേരുകളാണ് വോട്ടർ പട്ടികയിലുള്ളത്. 500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ്. അതിൽ 32 വോട്ട്. അടുത്തൊരു വീട് ഞങ്ങൾ അന്വേഷിച്ചു വന്നു 22/53. അവിടെ ചെന്നപ്പോൾ അത്തരം വീട്ടു നമ്പർ അവിടെ ഇല്ല. അതിൻ്റെ 52 ഉണ്ട്, 54 ഉണ്ട്, 53 മിസ്സിംഗ്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലും വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. 10,000 ഇരട്ട വോട്ടുകളാണ് ഇവിടെ കണ്ടെത്തിയത്. മാറാട് ഡിവിഷനിൽ ഒരു വീട്ടിൽ 327 വോട്ടർമാർ വരെ ലിസ്റ്റിലുണ്ട്. പുത്തൂർ ഡിവിഷനിൽ 4/400 എന്ന വീട് നമ്പറിൽ 248 വോട്ടർമാരുണ്ട്. 3/418 എന്ന വീട്ടു നമ്പറിൽ 196 വോട്ടർമാരുണ്ട്. ഇതിൽ 11 കൊമ്മൂര് ഡിവിഷനിലും ഒകവൂർ ഡിവിഷനിലും 43 കുണ്ടപ്പറമ്പ് ഡിവിഷനിലുമാണ്. ഡിവിഷൻ പലതിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. വോട്ടുകൊള്ള ആരോപണത്തിലും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. വിഷയം ചർച്ച ചെയ്യണമെന്ന് രാജ്യസഭയിൽ ഉന്നയിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ. പ്രതിപക്ഷത്തിന് ജനാധിപത്യത്തിൽ വിശ്വാസമില്ലെന്ന് JP നദ്ദ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പാർലമെന്റ് കവാടത്തിൽ തുടർച്ചയായ 18ാം ദിവസവും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ബീഹാറിലെ വോട്ടർ പട്ടികയിൽ 124 വയസ്സുള്ള മിൻതാ ദേവിയുടെ പേര് ഉൾപ്പെട്ടതിനെ പരിഹസിച്ച് ആരാണ് മിൻതാ ദേവി എന്നെഴുതിയ ടീഷർട്ടുകളും അണിഞ്ഞായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം. പാർലമെന്റിന് അകത്തും പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചതോടെ ഇരുസഭകളും തടസ്സപ്പെട്ടു. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ വീണ്ടും വിഷയം ഉന്നയിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തെ അവഗണിച്ച് ഇരുസഭകളിലും അധ്യക്ഷന്മാർ സഭാ നടപടികളുമായി മുന്നോട്ടുപോയി. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. സംസ്ഥാനങ്ങളിലെ തുടർ പ്രതിഷേധങ്ങൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് നേതൃയോഗം ചേർന്നു. ജനങ്ങളെ കബളിപ്പിച്ചല്ല MP-മാർ ആകേണ്ടതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ജനങ്ങളെ കബളിപ്പിച്ചിട്ടല്ല നമ്മൾ MP-മാരാകേണ്ടത്, ജനപ്രതിനിധികളാവേണ്ടത്. വോട്ടേഴ്സിന്റെ അവകാശങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ യാത്ര ഈ മാസം 17-ന് ബീഹാറിൽ നിന്നും ആരംഭിക്കും. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, തേജസ് യാദവ് എന്നിവർ യാത്രയുടെ ഭാഗമാകും. 24 ഡൽഹി.
വോട്ടുകൊള്ള വിഷയത്തിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് PCCകളുടെ നേതൃത്വത്തിൽ റാലി നടത്തും. ഈ മാസം 22 മുതൽ സെപ്റ്റംബർ 7 വരെയാണ് റാലി. 48 ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയത് വോട്ട് തട്ടിപ്പിലൂടെയെന്ന് രാഹുൽ ഗാന്ധി. ബംഗളൂരുവിൽ ഉപയോഗിച്ച അതേ തന്ത്രം തന്നെയാണ് മറ്റിടങ്ങളിലും ഉപയോഗിച്ചതെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിൽ രാഹുൽ പറഞ്ഞു. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികളിൽ വാദം കേൾക്കുന്നതിനിടയിൽ സുപ്രീംകോടതിയിൽ നാടകീയ രംഗങ്ങൾ. വോട്ടർ പട്ടികയിൽ മരിച്ചെന്ന് രേഖപ്പെടുത്തിയ സ്ത്രീയെ കോടതി മുറിയിൽ ഹാജരാക്കി രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകൻ യോഗേന്ദ്ര യാദവ്. ആധാർ പൌരത്വ രേഖയായി കണക്കാക്കാനാകില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ശരിയെന്ന് സുപ്രീംകോടതിയുടെ വാക്കാലുള്ള പരാമർശം. കേസിൽ നാളെയും വാദം തുടരും. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർത്ത മുതിർന്ന അഭിഭാഷകർക്ക് പുറമെ വാദമുന്നയിക്കാനെത്തിയ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകൻ യോഗേന്ദ്ര യാദവാണ് കോടതി മുറിയിൽ അപ്രതീക്ഷിത നീക്കം നടത്തിയത്. ബീഹാർ കരട് വോട്ടർ പട്ടികയിൽ മരിച്ചതായി രേഖപ്പെടുത്തിയ സ്ത്രീയെ യോഗേന്ദ്ര യാദവ് കോടതി മുറിയിൽ ഹാജരാക്കി. വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ പോരായ്മകൾ സുപ്രീം കോടതിയെ നേരിട്ടറിയിച്ചു. നാടകം എന്തിനാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. ഉത്തരം മുട്ടിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോരായ്മകളിൽ ഇടപെടുമെന്ന് കോടതിയെ അറിയിച്ചു. ചില പ്രശ്നങ്ങൾക്ക് പരിഹാര നടപടികൾ ആവശ്യമെന്ന് സുപ്രീം കോടതിയും നിരീക്ഷിച്ചു. വിഷയത്തിൽ മികച്ച ഇടപെടൽ നടത്തിയതിന് യോഗേന്ദ്ര യാദവിന് സുപ്രീം കോടതി നന്ദി അറിയിച്ചു. ആധാർ കാർഡ് രേഖയായി സ്വീകരിക്കുന്നില്ലെന്ന ഹർജിക്കാരുടെ വാദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ശരിവെക്കുന്നതായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ആധാർ പൌരത്വത്തിന്റെ നിർണായക തെളിവായി കണക്കാക്കാനാകില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ശരിയെന്നായിരുന്നു സുപ്രീം കോടതിയുടെ വാക്കാലുള്ള പരാമർശം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ഭരണഘടനാ വിരുദ്ധമെന്നായിരുന്നു ഹർജിക്കാരുടെ പ്രധാന വാദം. ഹർജിക്കാർക്കായി മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബൽ, പ്രശാന്ത് ഭൂഷൺ, അഭിഷേക് മനു സിംഗ്വി എന്നിവർ ഹാജരായി. ഹർജികളിൽ നാളെയും വാദം തുടരും. ആർ അച്യുതൻ, 24, ഡൽഹി. സംസ്ഥാന സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കരണവുമായി മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാർത്ഥികൾക്ക് ആഘോഷങ്ങൾ കളറാക്കാൻ സ്കൂളുകളിലെ ആഘോഷ ദിവസങ്ങളിൽ യൂണിഫോം നിർബന്ധമാക്കില്ല. സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കാൻ തീരുമാനിച്ച മന്ത്രി പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങളും ക്ഷണിച്ചു. കലോത്സവം, കായികമേള, ശാസ്ത്രമേള എന്നിങ്ങനെ സ്കൂളിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ കുരുന്നുകൾക്ക് ഇനി കളർ കുപ്പായങ്ങളിടാം. ഇതിനായി സ്കൂൾ ചട്ടങ്ങളിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലായിരുന്നു ഇതിന്റെ പ്രഖ്യാപനം. കുരുന്നുകൾ വർണ്ണ പൂമ്പാറ്റകളായി പറന്നു നടക്കട്ടെ എന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കുമെന്നും മന്ത്രി അറിയിച്ചു. വിഷയത്തിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും മന്ത്രി. തൃശൂരിൽ 2026 ജനുവരി 7 മുതൽ 11 വരെയാണ് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം. സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ കലോത്സവ സ്വാഗത സംഘ രൂപീകരണ യോഗമാണ് തൃശൂരിൽ നടന്നതെന്നും മന്ത്രി. 24, തിരുവനന്തപുരം. ക്യാമ്പസുകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന നിർദ്ദേശം മയപ്പെടുത്തി കേരള സർവകലാശാല. തുടർ തീരുമാനം ബന്ധപ്പെട്ട അധികാരികളുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്വീകരിച്ചാൽ മതിയെന്നാണ് പുതിയ സർക്കുലർ. എന്നാൽ പുതിയ സർക്കുലറിനെ കുറിച്ച് അറിയില്ലെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ വ്യക്തമാക്കി. വിവാദത്തിന് പിന്നാലെ സർക്കുലർ ഇറക്കിയ കേരള സർവകലാശാല കോളേജ് ഡെവലപ്മെന്റ് കൌൺസിൽ ഡയറക്ടർ ഡോക്ടർ ബിജു രാജിവെച്ചു. വിഭജന ഭീതി ദിനം കേരളത്തിൽ നടപ്പിലാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ഓഗസ്റ്റ് 14 സർവകലാശാലകൾ വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന ഗവർണറുടെ ആഹ്വാനം സർവകലാശാല വൈസ് ചാൻസലർമാർ ഏറ്റെടുത്തു. ഈ ദിവസം കോളേജുകളിൽ ഇന്ത്യ പാക് വിഭജനവുമായി ബന്ധപ്പെട്ട സെമിനാറുകളും നാടകങ്ങളും ഉൾപ്പെടെ സംഘടിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ എതിർപ്പുണ്ടായിട്ടും വിഭജന ഭീതി ദിനവുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിനെതിരെ മന്ത്രിമാർ രംഗത്തെത്തി. ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്താൻ ആഹ്വാനങ്ങൾ ചെയ്തേക്കാം. നമ്മുടെ ഭരണഘടനയിൽ അന്തർലീനമായിട്ടുള്ള ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളോട് പ്രതിബദ്ധതയുള്ളവർ അത്തരം പരിപാടികളിൽ നിന്ന് മാറി നിൽക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. പരിപാടി നടത്തിയാൽ തടയുമെന്ന് SFIയും അറിയിച്ചു. ആ പരിപാടി ഏത് ക്യാമ്പസിൽ നടത്തിയാലും ഞങ്ങൾ തടയും. ഇനി ഗവർണർ ഇറങ്ങി വന്ന് നടത്താം എന്നാണ് കരുതുന്നതെങ്കിൽ ഏത് ക്യാമ്പസിലും വന്നോളൂ, ഞങ്ങൾ തടയും. അതാണ് SFI തീരുമാനം. സർക്കുലർ വിവാദമായതോടെ കേരള സർവകലാശാല മുൻ തീരുമാനം മയപ്പെടുത്തി രണ്ടാമത്തെ സർക്കുലർ ഇറക്കി. കോളേജുകളുടെ തുടർ തീരുമാനം ബന്ധപ്പെട്ട അധികാരികളുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്വീകരിച്ചാൽ മതിയെന്നാണ് സർക്കുലർ. എന്നാൽ രണ്ടാമത്തെ സർക്കുലർ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ തള്ളി. പിന്നാലെ സർക്കുലർ പുറത്തിറക്കിയ കേരള സർവകലാശാല കോളേജ് ഡെവലപ്മെന്റ് കൌൺസിൽ ഡയറക്ടർ ഡോക്ടർ വി. ബിജു രാജിവെച്ചു. 24, തിരുവനന്തപുരം.
മലപ്പുറത്ത് മന്ത്രി വീണ ജോർജ് പങ്കെടുത്ത പരിപാടികളിൽ പ്രതിഷേധം. ഡോക്ടർ ഹാരിസ് ഹസൻ വിഷയത്തിൽ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും കുറ്റിപ്പുറത്തുമാണ് പ്രതിഷേധം. മഞ്ചേരിയിൽ മന്ത്രിയും നഗരസഭാ ചെയർപേഴ്സണും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ മന്ത്രി സംസാരിക്കുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡോക്ടർ ഹാരിസിന് പിന്തുണയർപ്പിച്ച് പ്ലക്കാർഡ് ഉയർത്തി മുദ്രാവാക്യം വിളിച്ചു. പിന്നാലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് പരാതി. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ബഹുമാന്യനായിട്ടുള്ള MLA ഇവിടെ സൂചിപ്പിച്ചത്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ മന്ത്രിയുടെ പരിപാടിക്കിടെ യൂത്ത് ലീഗ് പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മന്ത്രിയും മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ VM സുബൈദയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. മഞ്ചേരി ജനറൽ ആശുപത്രിയെ ചൊല്ലിയായിരുന്നു ഇരുവരും തമ്മിലുള്ള സംസാരം. UL ലത്തീഫ് MLA ആണ് ജനറൽ ആശുപത്രി വിഷയം വേദിയിൽ ഉയർത്തിയത്. ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങിയ മന്ത്രി വീണ ജോർജ് വീണ്ടും മൈക്കിനരികിലെത്തി. 2016 തന്നെ മഞ്ചേരി ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് കൈമാറിയെന്നും ഉത്തരവുണ്ടെന്നും MLAക്ക് മറുപടി നൽകി. പാണക്കാട് സയ്യിദ് മുഹമ്മദ് സാഹിബ് തങ്ങൾ സ്മാരക ജനറൽ ആശുപത്രി മലപ്പുറം മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൽ ആ ഓർഡറാണിത്, ഗവൺമെന്റ് ഓർഡർ. അപ്പൊ അതുകൊണ്ട് അതാണ് ഇപ്പൊ ചെയർപേഴ്സൺ പറഞ്ഞത്. മന്ത്രി പറഞ്ഞത് വാസ്തവവിരുദ്ധമായ കാര്യമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ VM സുബൈദ മന്ത്രിക്ക് അരികിലെത്തി വിളിച്ചു പറഞ്ഞു. ജനറൽ ഹോസ്പിറ്റൽ നഗരസഭ ചെയ്യാൻ തയ്യാറാണ്. ആദ്യം HMC രൂപീകരിക്കണം. ആദ്യം HMC രൂപീകരിക്കാൻ സർക്കാർ അനുമതി തരട്ടെ. HMC രൂപീകരിക്കാൻ നഗരസഭ തയ്യാറാണ്. മറ്റു നേതാക്കളും ചേരിതിരിഞ്ഞ് മറുപടി നൽകിയ ശേഷമാണ് തർക്കം അവസാനിച്ചത്. 24 തിരൂർ. കോടികൾ ചെലവിട്ട് കൊട്ടിഘോഷിച്ച് കായിക വകുപ്പ് സംഘടിപ്പിച്ച ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റും പാഴ്ചെലവായിരുന്നെന്ന് പരാതി. 3,62,00,000 രൂപ ചെലവിട്ട് നടത്തിയ പരിപാടിയിലൂടെ ഒരു നിക്ഷേപം പോലും വന്നില്ലെന്നാണ് ആക്ഷേപം. 5,000 കോടിയുടെ നിക്ഷേപം കായിക മേഖലയ്ക്ക് വരുന്നെന്നായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. സർക്കാരിനും കൂടി പങ്കാളിത്തമുള്ള തിരുവനന്തപുരം സ്പോർട്സ് ഹബ്ബ് സ്റ്റേഡിയത്തിലെ വേദിയുടെ വാടക ഇനത്തിൽ 40 ലക്ഷം, ഭക്ഷണത്തിന് 32 ലക്ഷം, കലാ സാംസ്കാരിക പരിപാടികൾക്ക് 40 ലക്ഷം, റോഡ് ഷോയ്ക്ക് 29 ലക്ഷം, മാധ്യമ പ്രചാരണത്തിന് 76 ലക്ഷം, ആകെ മൊത്തം 3,61,75,000 രൂപ. രാജ്യത്തെ തന്നെ ആദ്യ കായിക ഉച്ചകോടി എന്ന പേരിൽ 2024 ജനുവരിയിൽ നടത്തിയ ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന് സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവായ ആകെ തുക. ഈ പരിപാടിയിലൂടെ 5,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചെന്നായിരുന്നു കായിക മന്ത്രി V അബ്ദുറഹ്മാന്റെ പ്രഖ്യാപനം. 5,000 കോടി രൂപയുടെ നിക്ഷേപം ഇതാ വരുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണോ പറ്റിച്ചത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കായിക മേഖലയിലെ ഉള്ള ആൾക്കാരെ മുഴുവൻ പറ്റിച്ചത്. അർജന്റീന ടീമിനെ കൊണ്ടുവരാനെന്ന പേരിൽ സ്പെയിനിൽ പോയി സർക്കാർ ഖജനാവിൽ നിന്ന് 13 ലക്ഷം രൂപ കളഞ്ഞതിന് സമാനമായ പാഴ്ചെലവാണ് ഇതെന്നാണ് കായിക പ്രേമികളിൽ നിന്ന് ഉയരുന്ന പരാതി. സ്പോർട്സ് ഡെസ്ക് 24. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.